ഓ യെസ്, വടകര കീർത്തിമുദ്ര തിയേറ്ററിൽ രാത്രി 7:30 ഷോയിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സിനിമ തുടങ്ങുകയാണ്. ഓക്കെ, ഇനി സിനിമയെക്കുറിച്ച് വിശദമായി പറയാം. ഡൈസ് ഇറ. ഒരു ഹൊറർ ജോൺ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിം എന്നേ പറയാനുള്ളൂ. 1-2 സീനുണ്ട്, അത് എടുത്തു വെച്ച രീതി. കൂടുതൽ പറഞ്ഞ് സിനിമയുടെ സ്പോയിലർ പോക്കുന്നില്ല. ഈ സിനിമയുടെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് ഡയറക്ഷൻ രാഹുൽ സദാശിവൻ. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം പുള്ളിയുടെ റേഞ്ച് നമ്മൾ ബ്രഹ്മയുഗത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് 2-3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. ഒന്ന് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് രക്ഷയുമില്ല. കാരണം മൂഡിനനുസരിച്ചുള്ള ആ നിലനിർത്തിക്കൊണ്ടുള്ള മ്യൂസിക്കായിരുന്നു, അത് വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ക്യാമറ ആൻഡ് ലൈറ്റിംഗ്, അതും കിടിലം വർക്കാണ്. കാരണം അതിൽ ചില യൂസ് ചെയ്യുന്ന ലൈറ്റിങ്ങും ക്യാമറ വർക്കും അതും സൂപ്പറായിരുന്നു. പിന്നെ ആർട്ട്, മേക്കപ്പ്, പിന്നെ കുറച്ച് CG വർക്ക്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. കാരണം അത് പടത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് രീതിയിലാണ് മേക്ക് ചെയ്തത് നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ക്രിപ്റ്റ് ഈ കഥയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു നോർമൽ കഥ തന്നെയാണ്. സ്ക്രിപ്റ്റും അങ്ങനെ വലിയ പുതുമ അവകാശപ്പെടുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു മൂഡ് ഞാൻ നടത്തിയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയും അത് മേക്ക് ചെയ്തതും ഒക്കെ വളരെ സൂപ്പറായിരുന്നു. പിന്നെ പറയാനുള്ള പെർഫോമൻസിനെ കുറിച്ചാണ്. പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാം. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഭയങ്കര പെർഫോമൻസ് ഒന്നും പറയാനില്ല. പക്ഷേ പ്രണവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല പെർഫോമൻസുള്ള ഒരു സിനിമ അതാണ് ഈ സിനിമ. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ അവർ ചെയ്ത അഭിനയ രീതി, കാരണം അത് നല്ല സെറ്റിലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് ഡയറക്ടേഴ്സിന് മെടുക്കുക തന്നെയാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതിൽ അമ്മ വേലക്കാരത്തിൻ്റെ റോളുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, സ്പോയിലർ ആവും. പക്ഷെ അത് രക്ഷയില്ലാണ്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ത്രീ, ഇതിനു മുമ്പ് പേരിന് ക്യാരക്ടറില്ല, ഇതിനു മുമ്പ് ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കിടിലൻ പെർഫോമൻസ് ആണ്. പിന്നെ ഞാൻ പറയാം, പേടിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ഹൊറർ പടത്തിന് വേണ്ടി പേടിക്കാനുള്ള എലമെന്റ്സും ആ ഒരു മൂഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റിലായിട്ട് അത് പതിഞ്ഞ താളത്തിൽ പോയി ആ ഒരു ടോപ്പ് ലെവലിലേക്ക് സിനിമ പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും കണ്ടിരിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും ഈ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും. പിന്നെ ഇത് ASR ടിക്കറ്റ് സിനിമയാണ്, അതുകൊണ്ട് കുട്ടികളായിട്ട് പോകാതിരിക്കുക. കാരണം ഞാൻ തിയേറ്ററിൽ പോകുമ്പോൾ കുറച്ച് കുട്ടികളെ കണ്ടു. അത് കാരണം അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് പേടിപ്പിക്കുന്ന സീനല്ല, കുറച്ചൊരു ഭയാനകമായിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുട്ടികളെ കണ്ടാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ASR ടിക്കറ്റ് കൊടുത്തത്. പിന്നെ തിയേറ്ററിൽ പോകുമ്പോൾ കുറച്ച് അടങ്ങിയിരിക്കുക. ഞാൻ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന സമയത്ത് പല വാക്കിനും വെറുതെ കുക്കി കൊടുക്കുക, അതൊക്കെ മറ്റുള്ളവർ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കാം. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ബാക്കി നെക്സ്റ്റ് അടുത്ത പടമായിട്ട് സിനിമയായിട്ട് വരാം. ഓക്കെ. XM channel, please subscribe and like.